ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ കേരള സ്കൂൾ കലോത്സവം നടക്കുന്ന സാഹിത്യ അക്കാദമിക്ക് മുന്നിലാണ്. ഇവിടെ ഓൺലൈനിലൂടെ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും തുണി മാറുന്നതിനും മേക്കപ്പ് ചെയ്യുന്നതിനും പോലുമില്ലാതെ വലയുകയാണ്. എന്താണ് ഇവരുടെ കൂടുതൽ പ്രശ്നങ്ങൾ എന്ന് നമുക്ക് ചോദിച്ചറിയാം. എന്താണ് ശരിക്കും ഉണ്ടായത്? അതായത് ഇവിടെ ഗ്രീൻ റൂം എന്ന് പറയുന്ന ഒരു സൗകര്യം ഇതിനകത്ത് ഇല്ല. ഓട്ടംതുള്ളലുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്, എന്നാൽ അത്ര ബുദ്ധിമുട്ടും ഇല്ല. സത്യത്തിൽ ഒരു അരമണിക്കൂർ ഡ്രസ്സിങ്ങിന് കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് മേക്കപ്പ് കഴിയും ശരിക്കും. പക്ഷെ കൂടുതൽ കുട്ടികളുള്ളത് കൊണ്ട് തന്നെ ഇതിനകത്ത് ഒരു ഗ്രീൻ റൂം പോലും ഇല്ല. ആരെയും അറിയിക്കാനാ? ഏത് ഓഫീഷ്യൽസിന്റെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഞങ്ങളുടെ റെസ്പോൺസിബിലിറ്റി അല്ല, അതാണ് അവരുടെ ഉത്തരം. പിന്നെ നമ്മൾ ആരുടെ അടുത്ത് പോയി പറയും? അതാണ് ഇവിടെ നടന്നിട്ടുള്ള സംഭവം. ഞങ്ങൾ ഓഫീഷ്യൽസിൻ്റെ അടുത്ത് ചോദിച്ചു, സ്റ്റേജിലുള്ള ഓഫീഷ്യൽസിൻ്റെ അടുത്ത് ഞങ്ങൾ ആധികാരികമായിട്ട് ചോദിച്ചു, ഡ്രസ്സിംഗ് റൂം എവിടെയാണ്? ഇല്ല, ഇവിടെ ഇല്ല. അതാണ് ഒരു കാരണം നമ്മൾ മറ്റുള്ള സ്ഥലങ്ങളിലും പോയിട്ടുള്ളത് തന്നെയാണ്. ഈ ഒരു ബുദ്ധിമുട്ട് ഇവിടെ മാത്രമാണ് നമുക്ക് അനുഭവിക്കാൻ പറ്റിയിട്ടുള്ളത്. ഇവർ വരുന്നത് തിരുവനന്തപുരത്ത് നിന്നാണ്. ഞാൻ ഈ നാട്ടുകാരൻ തന്നെയാണ്. കലയുമായി ബന്ധപ്പെട്ട് ഞങ്ങളൊരു ഫാമിലിയാണ്. കാരണം ഞാൻ കഴിഞ്ഞ വർഷം തിരുവനന്തപുരത്ത് എൻ്റെ മകനെയും കൊണ്ട് കേരള നടനത്തിന് തിരുവനന്തപുരത്ത് പോയിട്ടുണ്ടായിരുന്നു. അവിടെ ഞങ്ങൾക്ക് എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിരുന്നു. ഞാനൊരു തൃശ്ശൂർക്കാരൻ തന്നെയാണ് ഞാൻ. എന്നിട്ട് ഇവരനുഭവിക്കുന്ന ബുദ്ധിമുട്ട് നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. കാരണം ഇവർക്ക് അകലേന്ന് വരുന്ന ആൾക്കാരാണ്. ഇവർക്ക് അക്കോമഡേഷൻ സ്വന്തമായിട്ട് തന്നെ ഞങ്ങൾ തന്നെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. കാരണം ഫാമിലി ഉള്ളതുകൊണ്ട് നമുക്ക് സ്കൂളിൽ പോയി കിടക്കാൻ ബുദ്ധിമുട്ടുള്ളതാണ്. അപ്പോൾ എൻ്റെ വീട്ടിൽ തന്നെയാണ് ഇവർ സ്റ്റേ ചെയ്യുന്നത്. ഞാൻ തന്നെയാണ് അവരെ കൊണ്ടുവരുന്നതും കൊണ്ടുപോകുന്നതൊക്കെ. പക്ഷെ ഇവിടെ വന്ന് ഈ ഒരു ഗ്രീൻ റൂം ഇല്ലാത്ത ഒരു ഫീല് കണ്ടപ്പോൾ വളരെയധികം വിഷമം തോന്നി. ഞങ്ങളിവിടെ 7:30 വന്നതാണ്. കാരണം ക്ലസ്റ്റർ 3-ലാണ് ഞങ്ങൾക്ക് പങ്കെടുക്കേണ്ടത്. 8 മണിക്ക് ഇത് തുടങ്ങുകയാണെങ്കിൽ ക്ലസ്റ്റർ 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾക്ക് ഒരു ക്ലസ്റ്ററിൽ 5 പേരാണ്. അപ്പോൾ 15 ആളാണ് മാക്സിമം ഉണ്ടാവുക. ഒരാൾക്ക് 10 മിനിറ്റാണ് ടൈം. 10 മണിക്ക് കൃത്യമായിട്ട് തുടങ്ങുകയാണെങ്കിൽ 12 മണിക്കുള്ളിൽ കഴിയും തീർച്ചയായിട്ടും. പക്ഷെ 10 മണിക്ക് തുടങ്ങിയിട്ടില്ല. ഇപ്പോൾ ക്ലസ്റ്റർ 2-ൻ്റെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. 3ാമത്തെ പാർട്ടിസിപ്പൻ്റാണ് ഇപ്പോൾ ഉള്ളത്. ഇനി ക്ലസ്റ്റർ 2-ൽ തന്നെ 2 പേര് ബാക്കിയുണ്ട്. എന്നിട്ട് വേണം ഇവരിൽ 5 പേരിൽ ആരാണെന്ന് സെലക്ട് ചെയ്യാൻ തന്നെ. വീണ്ടും 1 മണിക്കൂർ എങ്ങനെ പോയാലും ഡിലേ ആവും. ഒലിച്ചു പോവില്ലേ? ബുദ്ധിമുട്ടില്ല. കാരണം ക്ലൈമറ്റ് വലിയ കുഴപ്പമില്ല ഇന്നത്തെ ക്ലൈമറ്റ്. പിന്നെ ഇടയ്ക്ക് ഞങ്ങൾ വീശി കൊടുക്കുന്നു. ഈ ഫേസ് കണ്ടാൽ തന്നെ അറിയാം വേർത്ത് തുടങ്ങിയിട്ടുണ്ട്. ഇനിയും 1 മണിക്കൂറും കൂടി നിൽക്കണം. സ്വർണ്ണമുഖി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, സൂര്യപ്രഭയുടെ സ്വർണ്ണമുഖം.